സദേൺ റീജിയൻ ഇടവ മിഷൻ പതിപോലെ നടത്തി വരുന്ന തിരുസന്നിധിയിൽ എന്ന കോൺഫറൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോയ്ക്കുട്ടി ഡാനിയൽ അച്ഛന്റെ പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനാകുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ വലിയ നിമിഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ശുശ്രൂഷാരംഗങ്ങളിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദി കർത്താവേ. ദൈവമേ, അവിടുത്തെ വചനം കേൾക്കുവാനും അങ്ങേ ആരാധിപ്പാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ദൈവമേ, ഞങ്ങളുടെ സദേൺ റീജിയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഇടവകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ചും ഇടവക മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സദേൺ റീജിയനിലെ കർത്താവെ, ഞങ്ങളുടെ തിരുസന്നിധി പ്രോഗ്രാമിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവെ, ഈ പ്രവർത്തനത്തെ അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇടവക മിഷന്റെ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ചും ചുമതലക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ കൂടി ഈ പ്രോഗ്രാമിൽ കൂടി കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹമായിരിക്കാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, ഈ കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമേ നീ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ തിരുസന്നിധി പ്രോഗ്രാമിൽ കയറുന്ന എല്ലാവരെയും ഓർക്കുന്നു. കർത്താവെ, എല്ലാവരെയും ദൈവമേ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പങ്കിടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നത്, അവരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ വചന കേൾവിയും ഞങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയൊക്കെ ദൈവമേ അനുഗ്രഹമായി തീരണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ പിതാവായ ദൈവമേ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പതിപോലെ നടത്തി വരുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പ്രവേശിച്ച എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ആയിട്ടിരിക്കുന്നത് നമ്മുടെ റവറൻ ജോയ്ക്കുട്ടി ഡാനിയൽ അച്ഛനാവുന്നു. സാമുൽ അച്ഛന് ചില തടസ്സങ്ങളുണ്ട്, ഇന്നത്തെ മീറ്റിംഗിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ജോയ്ക്കുട്ടി ഡാനിയൽ അച്ഛനെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മെസ്സേജ് നൽകുന്നത് മിസ്റ്റർ എം എബ്രാങ്കിൾ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായി പ്രവർത്തിക്കുന്നു. ഈ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകിത്തരുന്നു. എം എബ്രാങ്കിൾ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ജോർജ് ദിവസങ്ങള് പല രീതിയിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. നമ്മളൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഇപ്പോൾ സൗഖ്യമായിട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ സമ്മതിച്ചു.
അച്ഛനോടുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിലേക്ക് പ്രത്യേകം സ്വാഗതവും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ മീറ്റിംഗിൽ പ്രവേശിച്ച നമുക്ക് അനിൽ ടി തോമസ് അച്ഛൻ നമ്മുടെ മീറ്റിംഗിൽ ഇന്നത്തെ പ്രവേശിച്ചിട്ടുണ്ട്. അച്ഛനെ പ്രത്യേകം ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അച്ഛന്മാർ നമ്മുടെ റീജിയനിൽ വന്നിട്ടില്ലല്ലോ. അതുപോലെ പ്രസിഡന്റ് കൂടിയായ MP സാമുവലച്ചൻ പ്രകാരം ലൈനിൽ വരും. എനിവേ വന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ആമുഖമായിട്ട് ജോയ്ക്കുട്ടി അച്ഛൻ നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ഈ തിരുസന്നിധി പ്രോഗ്രാമിൽ കൂടി വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കുവാനും വിവിധ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനും ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ചും നമുക്ക് വർഷത്തിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാമാണല്ലോ നമ്മുടെ എല്ലാ വർഷവും നടത്താറുള്ള നമ്മുടെ സെവിയ സംഘത്തിന്റെയും ഇടവ മിഷന്റെ ഒരുമിച്ച് ഉള്ള വൺ ഡേ റിട്രീറ്റ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ സദേൺ റീജിയന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെയും സേവിയ സംഘത്തിന്റെ ഏകോപിച്ചുള്ള ഒരു മീറ്റിംഗ് ടാമ്പ മാർത്തോമ ഇടവകയിൽ വെച്ച് നടത്തുവാൻ ദൈവകൃപയാൽ സാധിച്ചു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മിക്കവാറുമുള്ള നമ്മുടെ സദേൺ റീജിയനിലുള്ള എല്ലാ ഇടവകളിൽ നിന്നും ആളുകളൊക്കെ സംബന്ധിച്ചു. ബ്രദർ സാമുവേൽ ജെയിംസ് അദ്ദേഹം ദൈവവചനത്തിൽ നിന്ന് പ്രത്യേകിച്ചും മിഷൻ വളർച്ചയെക്കുറിച്ച്, അതായത് ദൈവരാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് സവിസ്തരം അദ്ദേഹം നമുക്ക് ക്ലാസ് ഒക്കെ നൽകി തന്നു. മിഷൻ പ്രവർത്തനങ്ങളുടെ വളർച്ചയെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ടൊക്കെ ആ സന്ദർഭമൊക്കെ കഴിഞ്ഞു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ആ ഒരു കൂട്ടായ്മ ഒരു ബ്ലെസ്സിങ് ആയി തീർന്നെന്നാണ്, ഒരു അനുഗ്രഹമായി തീർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരസ്പരം അടുത്ത് അറിയുവാനും പരിചയപ്പെടുവാനും സ്നേഹത്തെയൊക്കെ പങ്കുവെക്കുവാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ കൂടിയൊക്കെ സാധിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഈ മെയ് മാസത്തിൽ നാം നോക്കുന്ന സമയത്ത് ഈ ആഴ്ചകളിലൊക്കെ നാം വിശുദ്ധ ഞായറാഴ്ച ദിവസങ്ങളിലെ ഏവൻഗേലിയോൻ ഭാഗം നാം വായിക്കുകയും മറ്റ് ഏവൻഗേലിയോൻ ഭാഗവും മറ്റു ഭാഗങ്ങളും ഒക്കെ നാം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കാലം ചെയ്ത എബ്രഹാം മാർത്തോമ തിരുമേനിയുടെ വലിയ ദർശനത്തിന്റെ ഫലമായി നിലവിൽ വന്ന ഒരു സംഘടനയാണല്ലോ ഇടവ മിഷൻ അഥവാ മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം. ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകനായിരിക്കണം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ. പ്രവൃത്തികളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്:
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും സമരിയയിലും ഭൂമിയുടെ അറ്റങ്ങളോളവും എന്റെ സാക്ഷികളാകും. ഇന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൗത്യം നിറവേറ്റണമെങ്കിൽ, ക്രിസ്തുയേശു നമ്മളെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യം നിറവേറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അവിടെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, യേശു അവരുടെ മേൽ ഊതി തന്റെ ആത്മാവിനെ അവർക്ക് പകർന്നു. സൃഷ്ടിയുടെ ആരംഭം നാം പഠിക്കുമ്പോൾ ആദിയിൽ ദൈവം ആദാമിന്റെ മേൽ ഊതി അവന് ജീവനും ചൈതന്യവും നൽകിയതുപോലെ ഇവിടെയും കർത്താവ് ഊതി തന്റെ ശക്തി ശിഷ്യന്മാർക്ക് പകരുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തിന് അറിയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്നും സഭയെയും വിശ്വാസികളെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. The duty of preaching the good news belongs to the Christian, but the responsibility of converting a soul is the Spirit's. The duty of preaching the good news belongs to the Christian, but the responsibility of converting a soul is the Spirit's. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തി നൽകി എന്നെ ദിനംതോറും പുതുക്കി ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ഒരു നല്ല സാക്ഷിയായി ശോഭിപ്പാൻ എന്നെ സഹായിക്കണമേ, ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ അതിന് സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഇപ്പോൾ മെസ്സേജിനായിട്ട് മിസ്റ്റർ എം എബ്രാഹിമിനെ ക്ഷണിച്ചുകൊണ്ട്. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് തിരുസന്നിധിയിൽ എന്ന ഈ പ്രോഗ്രാമിൽ ദൈവം കൃപ നൽകിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 23-ാം വാക്യം ഞാൻ വായിക്കുന്നു. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. ഈ ഭാഗം ഒരുമിച്ച് ചിന്തിക്കുവാനായി അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും യോസഫിന്റെ ജീവിത അനുഭവങ്ങളോട് ചേർന്ന് അതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുന്നതിനായിട്ട് എങ്ങനെ നമുക്ക് കഴിയും എന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട എം പി ശ്യാമുലച്ചനോടും എബി കോശിയോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ആമുഖമായിട്ട് ബഹുമാനപ്പെട്ട ജോയ്ക്കുട്ടി അച്ഛൻ
നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിനു വേണ്ടി അവന്റെ സാക്ഷ്യം നിർവഹിക്കുന്ന സുവിശേഷകന്മാരായിരിക്കണം. അതിൻ്റെ ആ ഉത്തരവാദിത്വവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് തുടർന്നും ആ സാക്ഷ്യം നടപടിയായി നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നുള്ള ആ ചലഞ്ചിങ് മെസ്സേജ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ഒരുക്കുവാനും പുതിയ ലക്ഷ്യത്തോടും പുതിയ അനുഭവത്തോടും കൂടെ പോകുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം എന്ന നിലയിൽ നമ്മളൊരു ഭവനത്തിലേക്ക് ചെല്ലുന്ന സമയം ഭവനത്തിന്റെ മുറ്റത്ത് ഒരു നല്ല പൂങ്കാവനം ഉണ്ടെന്നിരിക്കട്ടെ. അതുപോലെ മനോഹരമായ ഒരു പൂങ്കാവനത്തിന് സാദൃശ്യമായിട്ട് പറയാനുണ്ട്. ഏതാണ്ട് 2369 വർഷങ്ങളുടെ മാനവ ചരിത്രം വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതായത് BC 1700 വരെയുള്ള മനുഷ്യന്റെ ചരിത്രം അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും. സകലത്തിന്റെയും ആരംഭം കുറിക്കുന്ന പുസ്തകം എന്ന നിലയിൽ സൃഷ്ടിയുടെ ആരംഭം, സകല ചരാചരങ്ങളുടെയും ഉൽപ്പത്തി, മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിപ്പ്, ഇവയെല്ലാം അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകം നല്ല ഒരു ചിന്ത ദൈവത്തെക്കുറിച്ച് സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, God is a missionary God. Also, the Bible is a missionary book. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം തോട്ടത്തിൽ വന്ന് ആദാമിനെയും ഹവ്വയെയും വിളിക്കുന്നു. ആദാമേ, നീ എവിടെ? വേർ ആർ യു? ഇതൊരു മിഷണറി ചോദ്യമാണ്. ആദാമും ഹവ്വയും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവരായി വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ അന്വേഷിച്ചു വന്ന ദൈവം അവരെ രക്ഷിക്കാനുള്ള മാർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. രക്ഷകനായ ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി ചിത്രീകരിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ദൈവം മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിന്റെ ആ മിഷൻ രക്ഷിപ്പാനായിട്ട്, വീണ്ടെടുപ്പാനായിട്ട്, പാപം ചെയ്ത മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്താനായിട്ടുള്ള ദൈവം ആ ദൂതുമായിട്ട്, ആ പ്രവൃത്തിയുമായിട്ടാണ് വന്നുചേർന്നത്. മനുഷ്യന്റെ വീഴ്ചയുടെയും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വേലയെയും കുറിച്ച് പ്രധാനമായി നൽകുന്ന ദൂതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഈ പുസ്തകത്തിൽ നിന്ന് കുറിവാക്യമായിട്ട് വായിച്ച വേദവാക്യം മറന്നുപോകരുത്. യോസഫിന്റെ ചരിത്രത്തോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യോസഫിന്റെ ഈ വ്യക്തിത്വം തന്നെ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവ ചരിത്രത്തോട് വളരെ നല്ല സമാനമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് യോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസഫിന്റെ ജീവചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവിന്റെ സംഭവത്തിന്റെ കഥയാണ്, അല്ലെങ്കിൽ അനുഭവമാണ് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ അതിന്റെ 23-ാം വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പിതാവിന്റെ ഇഷ്ടപുത്രനായിരുന്നവൻ പിതാവിന്റെ ഭവനവും സംസർഗവും എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നു. അന്യദേശത്ത് അടിമയായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥനായി കഴിയുന്നു. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. തന്റെ പിതാവ് തന്നെ അധികം സ്നേഹിച്ചു എന്നുള്ളതിനാൽ സഹോദരങ്ങൾക്ക് തന്നോട് പകയുണ്ടായി.
താൻ കണ്ട സ്വപ്നങ്ങൾ അവരെ അറിയിച്ചതിനാൽ അവർക്ക് അധികം പകയുണ്ടായി. കണ്ട സ്വപ്നങ്ങളുടെ എല്ലാം പിന്നാലെ അവർക്കുണ്ടാകുന്ന വിദ്വേഷവും പകയുമെല്ലാം അവസാനമായിട്ട് അവനെ കൊന്നുകളയുവാനായിട്ടുള്ള ദുരാലോചനയിലേക്ക് വന്ന് സംഭവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതും പ്രവർത്തിച്ചിട്ടില്ലാത്തതുമായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന യോസഫിന്റെ ചരിത്രം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന് നല്ല തികച്ചും സദൃശ്യനാകുന്നു എന്ന ഒരു പാഠമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യോസഫ് ദൈവസന്നിധിയിൽ തനിക്ക് അനുഭവമാകുന്ന തിക്തമായിട്ടുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ തന്റെ സമീപനം, തന്റെ പ്രതികരണം, സഹോദരന്മാരോടുള്ള തന്റെ മനോഭാവം, അതൊക്കെ എങ്ങനെയുള്ളതാണെന്ന് വേദപുസ്തകത്തിൽ അല്പമായിട്ട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 37-ാം അധ്യായം മുതലാണ് യോസഫിന്റെ ആ ചരിത്രത്തെക്കുറിച്ച് അല്പമായിട്ട് നാം അവന്റെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്നത്. എങ്കിലും ദൈവം അവനോട് കൂടെ ഇരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. എത്ര നല്ല ഒരു സാക്ഷ്യമാണ് ഇവിടെ യോസഫിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. സംഭവം എന്താണെന്ന് ദീർഘമായി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു വേദഭാഗങ്ങളാണ്. ഈ യോസഫിന്റെ ചരിത്രത്തോട് ചേർന്ന് നാം സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ പഠിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. തന്റെ യജമാനനോട് എന്താ കുറ്റം ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. കുറ്റം ചെയ്തതായ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവൻ വാഹകന്മാരുടെ പ്രമാണിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ അവിടെ അവർക്ക് മുൻപേ ജോസഫ് താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതും പ്രവർത്തിച്ചിട്ടില്ലാത്തതുമായ കുറ്റം ചുമത്തപ്പെട്ട് അവിടെ അടിമയായി കിടക്കുകയാണ്. എന്നാൽ കാരാഗൃഹ പ്രമാണിയും അപ്പക്കാരനും ഈ യോസഫിന്റെ കാവലിൽ അല്ലെങ്കിൽ പരിചരണത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വിശ്വസ്തനായി തന്റെ സേവനം മുന്നോട്ട് നയിക്കുന്നു. നാം ഏത് തലങ്ങളിലും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലായിരുന്നെങ്കിലും നമ്മുടെ ആത്മീയ ജീവിത രംഗങ്ങളിലാണെങ്കിലും ദൈവസന്നിധിയിൽ നാം എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളത് നാം എപ്പോഴും ദൈവത്തോട് നാം ചോദിച്ച് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരാകേണ്ടതാണ്. അങ്ങനെ അവർ കാണുന്ന സ്വപ്നം കണ്ടാറെ വിഷണ്ണരായിട്ട്, ദുഃഖിതരായിട്ട്, സമാധാനമില്ലാത്തവരായിട്ട് അവരവിടെ കിടക്കുമ്പോൾ യോസഫ് അവരുടെ അടുക്കൽ വന്നു. അവരുടെ മുഖഭാവം കണ്ടു. അവരുടെ അവസ്ഥ അറിഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നു, ഇന്ന് നിങ്ങൾ വിഷാദഭാവത്തോട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ, അത് കണ്ടതിനോട് അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് അതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം നമുക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് നൽകുവാനുള്ള യോസഫ് അവിടെ കാണിക്കുന്ന മനോഭാവം പോലെയുള്ള മനോഭാവം ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ കഴിയൂ, അല്ലാത്തവർക്കും കഴിയുമായിരിക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ദൈവസ്നേഹം എന്തെന്ന് രുചിച്ചറിഞ്ഞ നമ്മെ സംബന്ധിച്ച് ഇടവ മിഷൻ അംഗങ്ങളായിരിക്കുന്ന നാം, അതുപോലെ ദൈവീയ ശുശ്രൂഷയിലായിരിക്കുന്ന നാം ഓരോരുത്തരും, അത് ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുവാനായിട്ട്, ദുഃഖങ്ങളിൽ പങ്കുചേരുവാനായിട്ട്, അതിനോട് നമുക്ക്
എങ്ങനെ അവരെ സഹായിപ്പാൻ കഴിയുമെന്നുള്ള ചിന്തയോടുകൂടെ അവരെ സമീപിപ്പാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ധന്യതയുള്ള ഒരു അനുഭവമായി തീരും. ഈ വിധത്തിൽ യോസഫിന്റെ ജീവിത അനുഭവങ്ങൾ, അതിന് സമാനമായിട്ട് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ലോകമനുഷ്യർക്കും ഉണ്ടാകാം, വിശ്വാസികളായ ദൈവമക്കളായ നമുക്കും ഉണ്ടാകാം. എവിടെയും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് എന്നാർക്കും പറയുവാൻ സാധിക്കില്ല. എന്നാൽ എന്ത് സംഭവിച്ചാലും അത്തരത്തിലുള്ളതായ സാഹചര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണത്തെ, മനോഭാവത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ നമ്മൾ ഈ തടവറയിൽ കിടക്കുന്ന കാരാഗ്രഹ പ്രമാണിയും കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ കിടക്കുന്ന ആ അപ്പക്കാരന്റെ പ്രമാണിയും പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയും തമ്മിലുള്ള ആ സംഭാഷണത്തിന്റെ മധ്യത്തിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്ന അവസരം, പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ 3 ദിവസത്തിന് ശേഷം രാജാവ് തന്റെ സ്വസ്ഥാനത്താക്കും എന്ന് പറയുകയും, ആ സമയത്താണ് വാസ്തവത്തിൽ യോസഫ് ആദ്യമായിട്ട് തന്റെ നിരപരാധിത്വം തെളിയിപ്പാനായിട്ട് താൻ സംസാരിക്കുന്നത്. തന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത അറിയിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്തു നിന്ന് കട്ടുകൊണ്ടു പോന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് താൻ പ്രസ്താവിക്കുന്നതിന്റെ പ്രസ്താവനയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സങ്കടാവസ്ഥയിൽ ആ വലിയ പ്രതിബന്ധത്തിന്റെ നടുവിലുള്ള ഒരു വിടുതലിനു വേണ്ടി മാനുഷ്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ഒരു യാചന, ഒരു അപേക്ഷയായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്റെ ബലഹീനതയും, അപ്പോൾ തന്നെ ഈ പ്രസ്താവനയിൽ സഹോദരന്മാര് ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അതിനു പകരമായിട്ട് തന്റെ സഹോദരങ്ങൾ തന്നോട് ചെയ്ത ക്രൂരമായ കൃത്യങ്ങളെ മറച്ചു വെച്ചിട്ട് അവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്താൽ അവിടെ യോസഫിന്റെ വ്യക്തിത്വം താൻ ഉറപ്പിക്കുകയാണ്. എന്താ തന്റെ സഹോദരങ്ങൾ തങ്ങളോട് ചെയ്തത്? പിതാവിന്റെ ആജ്ഞ അനുസരിച്ചതാണോ? അവരെ അന്വേഷിച്ച് പിതാവ് പറഞ്ഞതുകൊണ്ട് അവരുടെ ക്ഷേമം അന്വേഷിപ്പാനായിട്ട് അവിടേക്ക് പോയത് കൊണ്ടാണോ? അതൊന്നും ആയിരുന്നില്ല. അവർക്ക് യോസഫിനെ ശരിക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവനിൽ ഉള്ള ആത്മീയ പ്രചോദനം, ആത്മീയ നന്മകൾ എന്താണെന്ന് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകാം. നമ്മെ ശരിക്കും തിരിച്ചറിയാത്തതിനാൽ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചു എന്ന് വരികയില്ല. നമ്മെ ആ സ്വന്തം സഹോദരനെ ഏത് വിധത്തിൽ അവനെ ചേർത്തുകൊള്ളേണ്ടതാണ്, കരുതേണ്ടതാണ് എന്നുള്ള നിലയിൽ വർത്തിപ്പാൻ വിമുഖത ഉണ്ടാകാം എന്ന് നാം ഓർക്കേണ്ടതാണ്. എങ്കിലും പിതാവ് അവനെ അധികം സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളതായ ഈ യോസഫിന്റെ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ നാമും നമ്മെ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകാം, സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രത്തിൽ ഈ വിധത്തിലുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകാം. ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്ത ചരിത്രം മുതൽ ഓർക്കുമ്പോൾ ഇന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെതിരായിട്ടുള്ള
അവർ ദൈവത്തിന്റെ പ്രത്യേക ജനം എന്നുള്ളതിനാൽ ലോക രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ അവരോടുള്ള ക്രൂരമായിട്ടുള്ള മനോഭാവങ്ങൾ ഓർക്കുക. അവരെ നശിപ്പിക്കുവാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ. അമേരിക്കയിൽ ദൈവത്തിന്റെ നിയമ സംവിധകൾക്കുള്ളിൽ നിന്ന് ദൈവം ഈ രാജ്യത്തെ ഭരിക്കുന്നു, ദൈവം ഈ രാജ്യത്തിന്റെ ഉടമയാണ്, സംരക്ഷകനാണ് എന്നുള്ള ആ ദൈവിക ചിന്തകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ നാം അധിവസിക്കുന്ന ഇവിടെയും രണ്ടു തരത്തിലുള്ളതായ ആളുകളെയാണ് കാണുന്നത്. ഒന്ന്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദോസ് ഹു ആർ ഗോഡ്ലി ലിവിങ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദോസ് ഹു ആർ അൺഗോഡ്ലി. അതെവിടെയും ഉണ്ടാകാം, ഒരു കുടുംബത്തിലുണ്ടാവാം ഈ രണ്ടു തരത്തിലുള്ളതായ മനോഭാവമുള്ളവർ. ഒരു സഭയിൽ ഉണ്ടാകാം, ഒരു രാഷ്ട്രത്തുണ്ടാവാം. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ യോസഫിന്റെ ചരിത്രം എത്ര ശ്രേഷ്ഠമായ ഒരു ചരിത്രമായി ഇന്ന് നമുക്ക് പഠിക്കത്തക്ക നിലയിൽ, തനിക്ക് ആരോടും ശത്രുതയില്ലാത്ത നിലയിൽ, തന്നെ പകയ്ക്കുന്ന സഹോദരങ്ങളോട് താൻ അവിടെ അടുക്കൽ ചെല്ലും, അവരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവനെ ദൂരെ നിന്ന് കണ്ടിട്ട് അവൻ അടുത്ത് വന്നപ്പോൾ അവന്റെ വസ്ത്രം ഊരി ബലമായിട്ട് അവനെ പിടിച്ചു, അവനെ കൊണ്ടുപോയി ബലമായിട്ട് അവനെ കുഴിയിലിടുന്നു. ആ സമയത്തൊന്നും എങ്ങനെയായിരുന്നു തന്റെ പ്രതികരം എന്ന് നമുക്ക് വ്യക്തമായിട്ട് എങ്ങും കാണുന്നില്ലെങ്കിലും പിന്നീട് അവർ ക്ഷാമകാലത്ത്, അവരുടെ സഹോദരങ്ങൾ ക്ഷാമകാലത്ത് മിസ്രയീമിൽ യോസഫ് അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന സമയം ധാന്യം കൈക്കൊള്ളുവാനായി വന്നപ്പോൾ അവരുടെ വാക്കുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവർ പറയുന്ന വാക്കുകൾ അവർ കണ്ണുനീരോടുകൂടെ തമ്മിൽ ഓർത്തു. അവർ അവനോട് ചെയ്തതിന് തക്കവണ്ണമായിട്ട് അവൻ അവരോട് ചെയ്യാമായിരുന്നുവെങ്കിലും അവൻ അങ്ങനെ ചെയ്തിരുന്നില്ല എന്ന് കാണും. ഭയത്തോടും വിറയലോടും കൂടെ തന്റെ സഹോദരന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ അവൻ തിരിച്ചറിഞ്ഞു. അവർ അവരോട് ഒരു സാക്ഷ്യം പറഞ്ഞു, ഞങ്ങൾ ഒരപ്പച്ചന്റെ മക്കളാണ്, ഇളയവൻ വീട്ടിലുണ്ട്, ഒരുത്തൻ ഞങ്ങളോടുകൂടെ ഇല്ലിപ്പോൾ. അപ്പോൾ യോസഫ് പറഞ്ഞു, നിങ്ങളുടെ ഇളയ സഹോദരൻ അവനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവോളൂ, നിങ്ങളിൽ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. അത് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം പിടഞ്ഞു. അവർ ഓർത്തു, അവർ കരഞ്ഞു, അവർക്ക് കുറ്റബോധമുണ്ടായി. അപ്പോൾ അവർ പറയുകയാണ്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമായിരുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടറിയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നുവെന്ന് തമ്മിൽ പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കുക. ആ വേദഭാഗങ്ങൾ വിവരിക്കുന്നിടത്തൊന്നും ഒരു പരിഭവം പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഒരിക്കൽ മാത്രമേ ആ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറയുന്നു, നീ എന്റെ സംഗതി ഓർക്കണം, ഞാൻ ഈ ഒരു കുറ്റവും ചെയ്യാതാണ് ഈ തടവറയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ആ സാഹചര്യത്തെ അവരുടെ സഹോദരന്മാരെ കാണാനായിട്ട് ചെന്നപ്പോൾ അവനെ പിടിച്ചതും അവന്റെ അങ്കി ഊരിയതും അവനെ ബലമായി പിടിച്ച് പൊട്ടക്കുഴിയിലിട്ടതും രൂപയിലില്ലാത്ത സമയത്ത് യഹൂദായുടെ നേതൃത്വത്തിൽ അവനെ കുഴിയിൽ നിന്ന് കയറ്റി മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റതും ആ സമയത്തൊക്കെ അവൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് കാണുന്നില്ല. പക്ഷെ അവർ കേട്ടു, അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എത്ര നാൾ ഈ പരീക്ഷകൾ അവൻ സഹിച്ചു കാണും. എങ്കിലും യഹോവ അവനോട് കൂടെ ഉണ്ടായി. ദൈവം വിശ്വസ്തനായി അവനെ പരിപാലിച്ചു. യോസഫ് ദൈവത്തിൽ ആശ്രയിച്ചു, അവനിൽ തന്നെ അവൻ ആശ്രയിച്ചു. അവന്റെ പ്രാർത്ഥനയും കണ്ണുനീരും
ദൈവം കേട്ട് അവനെ വിടുവിച്ചു. കാരാഗ്രഹത്തിൽ നിന്നും ഫറവോന്റെ കൊട്ടാരത്തിൽ അതിന്റെ അധിപതിയായി ഉയർത്തിയ ദൈവം എത്ര വിശ്വസ്തൻ എന്ന് നാം ഓർക്കേണ്ടതാണ്. തിരുവചനം പറയുന്ന വാക്കുകൾ ഞാൻ ഓർപ്പിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം പ്രാപിക്കും. ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. ഏത് ആപൽഘട്ടങ്ങളിലായിരുന്നാലും, രോഗങ്ങളുടെ വേദനകളിലായിരുന്നാലും, സങ്കടങ്ങളിലായിരുന്നാലും നാം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും നാം ചിന്തിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള വേദനാപൂർവമായ മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ ആ സമയത്തും ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിന്റെ വചനം എത്ര മനോഹരമായിട്ട് നമ്മെ ഉപദേശിക്കുന്നു. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇത്രയും വർഷങ്ങൾ 15, 20, 35, 40, 50, 60, 70, 80 വർഷങ്ങൾ ജീവിച്ചിരിപ്പാനായി ദൈവം നമുക്ക് നൽകിയ ഓരോ വർഷവും ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിന്റെ അദൃശ്യമായിട്ടുള്ള കരങ്ങൾ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്കവനെ തിരസ്കരിച്ചു കളയുവാൻ പറ്റും? എങ്ങനെ അവന്റെ സാക്ഷികളാകാതിരിക്കാൻ കഴിയും? എങ്ങനെ അവൻ നമ്മെ രക്ഷിച്ച രക്ഷയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയും? എങ്ങനെ അവന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയപ്പെട്ടതായ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയും? ഈ സമയങ്ങളിൽ അതാണ് നാം ഓർക്കേണ്ടത്. ഈ തുടർച്ചയായിട്ട് ലഭിക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ സന്ദേശങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാണ്. ഇതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ ചെന്ന് എഫെസോസിലെ വിശ്വാസികളോട് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല പരിശുദ്ധാത്മാവിനെ. ഞാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോയാൽ ഞാൻ കായസ്ഥം നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ശിഷ്യന്മാരെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, ഓരോരുത്തരുടെ മേലും അഗ്നിയാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പതിഞ്ഞ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി തീർന്നു. അന്നവർ അന്യഭാഷകളിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്നും ആ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സഭകളിൽ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, അതിനായി നാം ആഗ്രഹിക്കുക. അതിനായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെയുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങൾ നമുക്കുണ്ടാകണ്ടേ? അപ്പോൾ ശക്തിപൂർണമായിട്ട് ശക്തരായിട്ട് ഏത് എതിർപ്പുകളെയും ഏത് വെല്ലുവിളികളെയും നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പത്രോസും യോഹന്നാനോടും സുന്ദരമെന്ന ഗോപുര ദേവാലയ വാതിക്കലിരുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിനാൽ പറയുമ്പോൾ അവർ വിട്ടയച്ച ശേഷം കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവവചനം അതിശക്തിയോടുകൂടെ സംസാരിക്കുവാൻ സാക്ഷിപ്പാനായിട്ട് അവർക്ക് ദൈവം പ്രേരണ നൽകി. അതുകൊണ്ട് ഇത് ഈ നാളുകളിൽ നാം അനുഭവിക്കണം. വ്യക്തിപരമായി അനുഭവിക്കണം, കുടുംബങ്ങളായിട്ട് അനുഭവിക്കണം, സഭയായിട്ട് അനുഭവിക്കണം. കൂട്ടങ്ങൾ അതിനുവേണ്ടി തീഷ്ണതയുള്ളവരായി തീരണം, ദാഹമുള്ളവരായി തീരണം. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ അധികം ദീർഘിക്കുന്നില്ല. കാരണം ഇതിനുശേഷം ഒരു ചെറിയ അനുഭവ സാക്ഷ്യം പ്രിയപ്പെട്ട നമ്മുടെ ജോർജ് തോമസ് അങ്കിൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ അറിവുകൾ കൊണ്ടുള്ള അറിവുകളല്ല, വിശ്വാസത്താലുള്ള അനുഭവ ജീവിതം നയിപ്പാൻ കഴിയണം. കാഴ്ചയുടെ അടിസ്ഥാനത്തിലല്ല ക്രിസ്തീയ ജീവിതം. വിശ്വാസത്താൽ ക്രിസ്തുവിനെ അനുദിന ജീവിതത്തിൽ രുചിച്ചറിയുന്ന അനുഭവം, അതാണ് നാം അനുഭവം ധ്യാനമായി കരുതേണ്ടത്. ഓർക്കേണ്ടവർ മറന്നുകളഞ്ഞുവെന്ന് തോന്നുമ്പോൾ
പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളും വേദനകളും മലവെള്ളം പോലെ ഇരച്ചു കയറി വന്നു എന്ന് തോന്നുമ്പോഴും മനസ്സ് പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, വചനത്തിൽ നിലകൊള്ളുക, പ്രാർത്ഥനയിൽ പോരാടുക, ലഭിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മപൂർണരായി അവന്റെ സാക്ഷികളാകുക. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ ദൈവമക്കളെ കുറിച്ചും, എല്ലാ മർത്തോമാക്കാരനെ കുറിച്ചും, എല്ലാ ഇടവമിഷൻ അംഗങ്ങളെ കുറിച്ചും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ വിനിയോഗിച്ചുകൊള്ളുവിൻ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഇതാ എന്നെ മുഴുവനായി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിന്റെ ഹിതം നിവർത്തിപ്പാൻ, നിന്റെ സാക്ഷ്യം നിർവഹിപ്പാൻ എനിക്കാവശ്യമായ ദൈവകൃപയും ദൈവിക ശക്തിയും പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ സംഹരിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ജോർജ് സംഘം നേതൃത്വം നൽകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജോയിക്കുട്ടി അച്ഛന്റെ ഉപക്രമ പുസ്തകത്തിൽ നിന്നും തേടി വരുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമ്മെ കേൾപ്പിച്ചുവല്ലോ. ദൈവം എത്ര നല്ലവനാകുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു എന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ നവംബർ 22 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 31 ദിവസം ആശുപത്രിയിൽ ആയിരുന്നു. മരണത്തിന്റെ നിഴൽ എന്റെ മേൽ ആവസിച്ചപ്പോൾ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്കൊരു വിടുതൽ തരികയും ദൈവകൃപ ഈ ദിവസങ്ങളിൽ അനുഭവിപ്പാൻ ദൈവം സഹായിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ വേദനകളില്, നമ്മുടെ പരീക്ഷണ ഘട്ടങ്ങളില്, നിരാശയുടെ അനുഭവങ്ങൾ കൂടി നാം കടന്നു പോകുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനും പ്രകാശം കണ്ടെത്തുവാനും പ്രത്യാശയോടെ ജീവിപ്പാനും നമ്മെ ഒരുക്കണമെന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ പിതാവായ ദൈവത്തോടും യേശുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മ നിറവിലും ആകുമ്പോൾ പാപങ്ങളെ കാണുവാനും ോട് ക്ഷമിക്കുവാനും ദിവസമനുസരിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കുമല്ലോ. താഴ്മയോടും അനുസരണത്തോടും വിശ്വാസത്തോടും നാം പ്രാർത്ഥിക്കുമെങ്കിൽ എല്ലാ ധൈര്യത്തോടും വ്യക്തതയോടും മടുത്തു പോകാതെയും ഐക്യതയോടും ജൽപ്പനം ചെയ്യാതെയും നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തലമുറകൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ കരങ്ങളിലെ കൃഷ്ണമണികളായിട്ടാണ് ദൈവം നമ്മെ കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തും പുറത്തും നമ്മുടെ ചുറ്റിലുമുള്ളത് കൊണ്ട് ഭയപ്പെടാതെ ദൈവത്തോട് അവന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മളുണ്ടാക്കുന്ന നിരാശയുടെ പുതപ്പ് നമുക്ക് വലിച്ചെറിഞ്ഞ് പ്രത്യാശയുടെ മേൽവസ്ത്രം ധരിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനം തകർന്നും രോഗം മൂലവും വേദനിക്കുന്ന അനേകർ നമ്മുടെ ഭവനങ്ങളിലും ചുറ്റുപാടുകളുമുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധ രോഗങ്ങളാൽ ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
നമ്മുടെ ജീവിതത്തില് പലപ്പോഴും മല പോലെ വിഘാതമായിരിക്കുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ മാറിപ്പോകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. വിൽസൺ മാത്തവൻ ഹോസ്പിറ്റലിന് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ചുറ്റിലും നമ്മുടെ ഇടവകളിലും ആയി പലരും രോഗികളായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ടുള്ള സൗഖ്യം ദൈവത്തിന്റെ ദാനമാകുന്നുവല്ലോ. നമ്മുടെ കണ്ണുനീര് ദൈവം കാണുമ്പോൾ തീർച്ചയായും അവൻ നമ്മെ തള്ളിക്കളയില്ലല്ലോ. അവന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുമേനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുതുതായി ചാർജ് എടുത്തിരിക്കുന്ന തിരുമേനിക്ക് വേണ്ടിയും, അതുപോലെ ഇവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ നാട്ടിലേക്ക് പോയുള്ള അച്ഛന്മാർക്ക് വേണ്ടിയും, പുതുതായി വരുന്ന അച്ഛന്മാർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകള് നമുക്ക് ആത്മീക ചൈതന്യം പകർന്നു വരുന്നതിനും അതുപോലെ ആത്മീകമായിട്ടുള്ള വളർച്ച നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുള്ള ശബ്ദം എപ്പോഴും കേൾക്കുവാനും പ്രത്യാശയോടെ ജീവിപ്പാനും നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുനീരിന്റെ വില വളരെ വിലയുള്ളതാകുന്നു. അതിന് കോടികളുടെ വിലകളാണ് ഉള്ളത്. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരിനെ ദൈവം മാനിച്ച് ദൈവം സ്വർഗീയമായിട്ടുള്ള കൃപകളെ നൽകി അവരെ അനുഗ്രഹിക്കും എന്നുള്ളത് സംശയമില്ല. നമുക്ക് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ വരികയും നമ്മുടെ ആവശ്യങ്ങളെ ഉയർത്തി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവം എത്ര നല്ലവനാകുന്നു. അവന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തിരുസന്നിധി എന്ന പ്രോഗ്രാമിൽ കൂടി ചെയ്യുന്നതായുള്ള വേലകളെ, പ്രാർത്ഥനകളെ, പ്രസംഗങ്ങളെയൊക്കെ ഓർത്ത് അതിന് മെസ്സേജ് വരുന്നതായിട്ടുള്ള ദൈവദാസന്മാരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരി സഹോദരർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എത്ര നല്ലവനാകുന്നു. നമ്മുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ അവൻ നമ്മെ തള്ളിക്കളയാതെ മകനെ മകളെ എന്നുള്ള ശബ്ദം ഉയരത്തിൽ കേൾക്കുവാനും അനുഗ്രഹമായി തീരുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് രണ്ടുപേർക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങൾ സ്വർഗീയ ദൈവമേ, ഈ രാത്രി യാമത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നിന്റെ സന്നിധിയിലെ പല ഭവനത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവെ നിന്റെ വചനങ്ങളെ കേൾപ്പാന്, നിന്നെ പാടി സ്തുതിപ്പാന്, കർത്താവെ നിന്നെ സാക്ഷീകരിപ്പാനൊക്കെയും തന്നിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതമാമണം ഞങ്ങളെ വഴി നടത്തി ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച് സൂക്ഷിച്ചു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലെ ദൈവമേ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്റെ ദാസനെ കൂടി കേട്ടുനിന്ന വചനങ്ങൾക്കായി സ്തോത്രം. ജോസഫിന്റെ പ്രയാസവേളകളിലെ അവനെ അവിടെ നിന്നൊക്കെ വിളിയിക്കുവാനും അവന്റെ കരങ്ങളിലെ ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ വഹിച്ചുകൊണ്ട് ദൈവമേ പ്രയാസവേളകളിൽ വെടിവെച്ച് പരിപാലിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർക്കാം. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറി വന്നപ്പോൾ ജോസഫ് പതറിപ്പോകാതെ ദൈവസന്നിധിയിൽ ദൈവം വിശ്വസ്തനായിരുന്നു. പാനപാത്രവാക്കാൻ തന്നെ മറന്നുപോയാലും മറന്നു പോകാത്തൊരു ദൈവത്തിന്റെ കരങ്ങളിൽ ജോസഫ് തന്നെ സമർപ്പിച്ചു. അതിനൊക്കെയും പ്രയാസങ്ങളിലെ പ്രതിസന്ധികളിലൊക്കെയും ദൈവം വിടുവിക്കുന്ന ദൈവമാകയാൽ ദൈവമേ ദൈവത്തിന് സ്തോത്രം സ്തുതികളും കരയറ്റാം. വചനം പറഞ്ഞ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും കരുതലും നിന്റെ ദാസനോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാ ഇടവുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഡയോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകം നാളുകളായി ദൈവമേ ഞങ്ങൾക്ക് ഈ വചനങ്ങൾ
ടെലിഫോൺ വഴിയായി ദൈവമേ കേൾക്കുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓരോ സമയങ്ങളിൽ നല്ല നല്ല വചനങ്ങളെ പ്രസംഗങ്ങളിൽ തന്നെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിലെ വീണ്ടും തിരുസന്നിധി ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രോഗികളെയൊക്കെ നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ, പേര് പറഞ്ഞ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായ സ്തോത്രം. ജോർജ് ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം രോഗത്തിൽ നിന്ന് വിടുതലും സൗഖ്യവും ബലവും കൊടുത്ത് വന്ന് വിശ്രമിപ്പാൻ നിയോഗിച്ചിരിക്കുന്ന സമയത്തിനായും സാവകാശത്തിനായും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇതെല്ലാ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കോച്ച് ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രയാസങ്ങളിലൊക്കെയും നീ തുണയായിരുന്നു. ഇത്രത്തോളം വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ബ്ലറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന് സൗഖ്യത്തോടെ ഭവനത്തിൽ വരുവാൻ സഹായിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ ഡയോസിൽപ്പെട്ട എല്ലാ ഇടകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നേതൃത്വം തരുന്ന പുതുതായിട്ട് ചാർജെടുത്തിരിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇടകൾക്കൊക്കെ നേതൃത്വം നൽകുവാൻ തക്കണം. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ദാസനെ എടുത്ത് ഉപയോഗിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടന്നു ചൂടാനിരിക്കുന്ന അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഓരോ ചിന്തയിലുണ്ടായിരുന്ന അവർ വിസഹിച്ചു പോകുമ്പോൾ ഒക്കെയും തക്ക സമയത്ത് കിട്ടി. തക്ക സമയത്ത് വന്ന ഇടവകളുടെ ചുമതല ഏൽക്കുവാനും ഇടവയെ നയിപ്പാൻ തക്കണം. ദൈവമേ, അവിടുത്തെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അറിയാതെ ഞങ്ങളുടെ തലയിലെ ഒരു രോഗം പോലും പൊഴിയില്ലല്ലോ കർത്താവേ. നോക്കുകയും അവിടുന്ന് അറിഞ്ഞു മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ആകയാൽ ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും യാചനകളും ദൈവമേ ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ സഭയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേലധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ായിരിക്കുന്ന ദൈവമേ സ്വസ്ഥം തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷം ശതാബ്ദിയിലേക്ക് കടന്നു പോകുന്നു. ദൈവമേ, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ തക്കണം. ആയുസ്സും ആരോഗ്യവും നിന്റെ ദാസന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മെത്രാപ്പൊലിത്തായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു തിരുമേനിമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പട്ടത്തെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലെ ശുശ്രൂഷ ചെയ്ത് മടങ്ങിപ്പോയ എല്ലാ അച്ഛന്മാരെ ഓർക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെ ദൈവത്തിന്റെ വയൽ പ്രദേശത്ത് നിന്റെ സുസ്ഥിരമായ സേവനം ചെയ്യുവാൻ അവരെ അവിടുത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റു പറയുന്നു. സുവിശേഷം സന്നദ്ധ സുവിശേഷ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സുവിശേഷം വരെ നിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളുടെയും മുഖത്ത് ദൈവത്തിന്റെ സുവിശേഷമായി കടന്നു ചെല്ലുമ്പോൾ വചനങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ അവരുടെ പ്രതികൂലങ്ങളെയൊക്കെ മാറ്റി ദൈവത്തിന്റെ വചനങ്ങളെ വാരിക്കോരി കൊടുപ്പാൻ അനേകർക്ക് അത് പ്രയോജനപ്പെടുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീകര പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെയും എല്ലാ ക്രിസ്ത്യ സമൂഹങ്ങളെയും അവിടുന്ന് വിടുവിക്കണമേ, പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ. ഞങ്ങളെ ആയിരിക്കുന്നൊക്കെയും നിന്റെ വലിയ കൃപയാകുന്ന കരുതലാകുന്നു. നിന്റെ ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ജീവിപ്പാൻ പ്രവർത്തിപ്പാനും അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. നിന്റെ കൃതങ്ങളിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമേൻ. നിത്യനായ ദൈവമേ, സ്വർഗീയപിതാവേ, വീണ്ടും അടിയങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലേക്ക് നോക്കി പ്രകാശരാകുമ്പോൾ ലഭിച്ചു പോയിട്ടില്ലല്ലോ. എപ്പോഴും നിങ്ങളിലേക്ക് നോക്കുവാനും പ്രകാശം കണ്ടെത്തുവാനും വ്യക്തികളായും കുടുംബങ്ങളായും ഇടവകയായും നിങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷണങ്ങളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നിങ്ങളിലേക്ക് നോക്കുവാനും പ്രകാശം കണ്ടെത്തുവാനും പ്രത്യാശയോടെ ജീവിപ്പാനും നീ നിങ്ങളെ ഒരുക്കണമേ എന്നാണ് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തില് കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഉണ്ടെങ്കിലും നിന്റെ കരങ്ങളിലാകുന്നുവെങ്കിൽ ലഭിക്കുന്ന ആളുടെ അനുഗ്രഹങ്ങളും നന്മകളും എത്ര വലുതാകുന്നുവെന്ന് നമ്മുടെ അനുഭവങ്ങൾ കൂടി നാം കാണുന്നുണ്ടല്ലോ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്തുകൊണ്ട് ദൈവമേ, അടിയങ്ങൾക്കതിനായുള്ള ആയുസ് നിനക്ക് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും അടിയങ്ങളെ ഒരുക്കണമേ എന്ന് അടിയങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, തിരുസന്നിധിയിൽ കൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനകളെയും സ്വീകരിക്കണമേ. ദൈവേഷ്ടമനുസരിച്ച് ജീവിപ്പാനും പ്രവർത്തിപ്പാനുള്ള ബുദ്ധിയും ജ്ഞാനവും അടിയങ്ങൾക്ക് നൽകി തന്ന് അടിയങ്ങളെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ എപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു മാത്രമാണ് അതിന്റെ പരിഹാരമെന്ന് കണ്ടുകൊണ്ട് അവനോട് ചേർന്ന് അവന്റെ നിഴലിൽ വസിപ്പാൻ അടിയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയങ്ങൾ കേട്ടതായുള്ള തിരുവചനത്തിന് വേണ്ടി അടിയങ്ങളെ അച്ഛനന്മാരിൽ കൂടി ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. സകല കാര്യങ്ങൾ നിന്നെ സമർപ്പിച്ചുകൊണ്ട് അടിയങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു വാർത്തയെല്ലാം ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ പ്രവേശിച്ച എല്ലാവരെയും ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ 2 അച്ഛന്മാർ പ്രവേശിച്ചു. ഒന്നാമത് നമ്മുടെ ജോയ്ക്കുട്ടി ഡാനിയൽ അച്ഛൻ, രണ്ടാമത് നോർത്ത് കരോളിന മർത്തോമായുടെ വികാരിയായിരിക്കുന്ന അനിൽ ടി തോമസ് അച്ഛൻ. ഈ 2 അച്ഛന്മാരും നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ വളരെ സന്തോഷത്തോടെ സംബന്ധിച്ച് ഒരു മീറ്റിംഗിൽ പ്രവേശിച്ചു. അച്ഛന്മാരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് മെസ്സേജ് എന്ന M.A. ബ്രാങ്കിൾ ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തെ ആധാരമാക്കി ജോസഫിന്റെ ചരിത്രം നമുക്ക് വളരെ വിശദമായിട്ട് നമ്മോട് സംസാരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്ന് നിന്റെ ദാസനെ ദൈവം ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കേട്ട വചനത്തിനായി ദൈവത്തിന് സ്തുതിക്കാം. ബ്രാവനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുക ജോർജ് ജോൺസ് അങ്കിൾ. ശാരീരികമായ പ്രയാസമുണ്ടെങ്കിലും ആവശ്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. തുടർന്ന് ജോർജ് ജോൺസ് അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. കൂടുതലായി ദൈവം ബലപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ജോർജ് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതലായി ശക്തീകരിക്കുന്നതിന് ബലപ്പെടുന്നതിന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിലേക്ക് നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ മീറ്റിംഗ് പ്രവേശിച്ച എല്ലാവരെയും ദൈവനാമത്തിൽ കൂടെ ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ അനിൽ ടി തോമസ് പ്രാർത്ഥിച്ച് ആശീർവാദം പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓൺലൈൻ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാൻ സഹായിച്ചുവല്ലോ. പ്രത്യേകിച്ച് നിന്റെ മക്കൾ കൂടെയൊക്കെയും ഞങ്ങൾ കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നിന്റെ മകനിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ കർത്താവെ പ്രവർത്തനങ്ങളെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചുവല്ലോ. പ്രത്യേകാല പ്രിയദാസൻ കൂടെ ജോസഫിന്റെ ജീവിതത്തിലെ വൈതരണകളിൽ നിന്ന് ദൈവം വിടുവിച്ചതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും അത് നിന്റെ ഹിതപ്രകാരമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജയിലിലായിരിക്കുമ്പോഴും പൊട്ടക്കിണറ്റിലായിരിക്കുമ്പോഴും നീ ജോസഫിനോട് കൂടെ ഇരുന്നുവല്ലോ. നീ കൃതാർത്ഥനായിരുന്നു. ജോസഫിനെ കർത്താവെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകി ആദരിച്ചു. കർത്താവെ, ജീവനാശം വരുന്നതിന് മുമ്പ് തനിക്ക് തന്നെ മുമ്പേ മിസ്രൈമിലേക്ക് അയച്ചതാണെന്ന് സഹോദരനോട് പറയുവാനും കർത്താവെ അവരോട് പ്രതികാരം ചെയ്യാതെ നേരോട് ജീവിപ്പാനും നിന്റെ മകനെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും നല്ല മാതൃകകളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. വിശ്വസ്തത പാലിക്കുവാനായിട്ട് ജോസഫിനെ പോലെ വിശുദ്ധി പാലിപ്പാനായിട്ട് സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാതെ നന്മ ചെയ്യുവാനായിട്ടൊക്കെ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നതായ നിന്റെ ദാസന്റെ സാക്ഷ്യം ഞങ്ങൾ കേട്ടുവല്ലോ. എല്ലാ നന്മകളാലും നീ തുറന്ന് പരിപാലിക്കണമേ. അടിയങ്ങളെ നിറയ്ക്കണമേ. കുറുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, വീണ്ടും കൂടി വരും വരെയും നിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കേട്ട വചനത്തിന്റെ മേലും പരിവർത്തിച്ച് ഇന്ന് വന്നേക്ക് നമ്മളെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. താങ്ക് യു.
All right, thank you. Hello?